നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള ഇതിഹാസമാണ് മഹാഭാരതം. വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട ശ്രേഷ്ഠ ഗ്രന്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളെയും അതിൽ വിശദീകരിക്കുന്നു. സമസ്ത വേദാർത്ഥ സാരത്തിനും ഗൃഹഭൂതമായ ഭഗവത്ഗീത മഹാഭാരതത്തിലുള്ളതാണ്. മൊത്തം 18 പർവ്വങ്ങളിലായാണ് മഹാഭാരതം നിലകൊള്ളുന്നത്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗത്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധികപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനികപർവം, സ്വർഗാരോഹണപർവം എന്നിവയാണ് 18 പർവ്വങ്ങൾ. പല രാജവംശങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നതിലൂടെ രാജധർമ്മം, ലോകവ്യവഹാരമുറകൾ, യുദ്ധസമ്പ്രദായങ്ങൾ, ധർമ്മശാസ്ത്രം, മോക്ഷശാസ്ത്രം എന്നു വേണ്ട സകല ശാസ്ത്രങ്ങളും ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഏതൊന്ന് എവിടെയുണ്ടോ അത് മറ്റുള്ളിടത്തും കാണാം, എന്നാൽ എവിടെയില്ലാത്തത് മറ്റെവിടെയുമില്ല എന്നാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലനം അഥവാ ദാനം. കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലനം അഥവാ ദാനം. ജ്ഞാനവിഹീന സർവമാനേന ജ്ഞാനവിഹീന സർവമാനേന മുക്തിർഭവതി ന ജന്മശാതേന മുക്തിർഭവതി ന ജന്മശതേന. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്ധ്യാദീപം. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ കൃതികൾ വ്യാഖ്യാനം ചെയ്യുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. നിന്നിലും എന്നിലും സർവത്തിലും ഏകം തന്നെ സാരമെന്നിരിക്കെ എന്തിനു ദുഃഖിക്കുന്നു എന്ന തത്വം ബോധ്യപ്പെടുത്തുന്ന ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. തെരുവിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ച തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ദേഹം മറച്ച ത്യാഗിക്ക് പുണ്യവുമില്ല പാപവുമില്ല. ഞാനില്ല, നീയില്ല, ഈ ലോകവുമില്ല.
പരിപൂർണ വിരക്തനായ ത്യാഗി പിന്നെന്തിനു ദുഃഖിക്കുന്നു എന്ന് ചോദിക്കുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദം 2ാം ഭാഗത്തിലെ 17ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദത്തിൽ 2ാം ഭാഗത്തിൽ 17ാം ശ്ലോകമാണ്. വിരക്തന് സുഖമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ എന്ന്. എന്നാൽ അത്തരമൊരു ജീവിതക്രമത്തിൽ മുന്നോട്ട് പോയിട്ടും പിന്നെയും ദുഃഖിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. നോക്കൂ, രഥ്യാകർപ്പട വിരചിത ഗന്ധ, വഴിയോരത്തുള്ള കീറത്തുണികൾ ആണ് ധരിച്ചിരിക്കുന്നത്. അതിനാൽ വിരചിതമാണ് ശരീരം. അപ്പോൾ വഴിയോരത്തുള്ള കീറത്തുണികളെ പെറുക്കി വസ്ത്രമാക്കി ഉടുത്തിരിക്കുന്നു. അങ്ങേയറ്റം വിരക്തനാണ്, ഭിക്ഷാടനത്തിൽ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് സ്വന്തമായൊരു വസ്ത്രം വാങ്ങാനുള്ള വകുപ്പൊന്നുമില്ല, അതിൻ്റെ താല്പര്യവുമില്ല. ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ സകല ലോകങ്ങളും തൻ്റെ കാൽക്കീഴിൽ വരും. പക്ഷേ വിരക്തനാണ്. വിരക്തനായിട്ട് കഴിയുന്നത് കൊണ്ട് ഒന്നും ആവശ്യമില്ല. വഴിയരികിൽ കിടക്കുന്ന കീറത്തുണികൾ ഉടുക്കുന്നു. രഥ്യാകർപ്പട വിരചിത ഗന്ധ പുണ്യാപുണ്യ വിവർജിത പന്ഥ. ആ ഭിക്ഷുവിൻ്റെ മാർഗം എങ്ങനെയുള്ളതാണ്? പുണ്യാപുണ്യ വിവർജിത പന്ഥ. ഭഗവത്ഗീതയിൽ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ എന്ന് പറയുന്നുണ്ട്. സാധനാമാർഗത്തിൽ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു. താത്പര്യം വിധി നിഷേധങ്ങളെ അതിക്രമിക്കുന്നു. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നുള്ള വിധി നിഷേധങ്ങളെ അതിക്രമിക്കുകയാണ്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് ധർമാധർമ്മങ്ങളോ പുണ്യാപുണ്യങ്ങളോ ഇല്ല. സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ടുള്ള വഴിയാണ് അയാൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പുണ്യാപുണ്യ വിവർജിത പന്ഥ. പുണ്യം അപുണ്യം ഇവ രണ്ടും ഒഴിവാക്കിയിട്ടുള്ള, പുണ്യവും ഇല്ല പാപവും ഇല്ല, രണ്ടും പ്രസക്തമല്ല. അയാൾ പുണ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയാൾ പാപത്തിന് വേണ്ടിയോ പാപം ഇല്ലാതാക്കാനോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയാൾ തത്വാനുസന്ധാനത്തിൽ കഴിയുകയാണ്, അയാൾ ഈശ്വര വിചാരത്തിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള യതിയുടെ ചര്യയിൽ നാഹം ഞാനില്ല, നത്വം നീയുമില്ല, നായം ലോകഃ ഈ ലോകവുമില്ല, ഏകമായ സത്യം മാത്രമാണ് ധ്യേയം. ആ ഏകമായ സത്യാനുസന്ധാനം മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അത്തരമൊരു യതിചര്യയിൽ പോലും തദപി കിമർത്ഥം ക്രിയത്തെ ശോകഃ, എന്തിനായിക്കൊണ്ടാണ് ദുഃഖിക്കുന്നത്? അത്തരമൊരു യതിചര്യയെ സ്വീകരിച്ചിട്ടും ദുഃഖാനുഭവമുള്ള ശിഷ്യനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാധകനെയോ കാണുമ്പോഴുണ്ടാകുന്ന ചോദ്യമാണിത്. നീയൊരു യതിയായില്ലേ, പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അവിടെ ദുഃഖത്തിൻ്റെ ആവശ്യമില്ല, ദുഃഖത്തിന് അവസരമില്ല. ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ സദാ അനുസന്ധാന നിരതനായി കഴിയൂ. അപ്പോൾ ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ഇതാണ് ഉപദേശം, ഇതാണ് വസ്തുത. എങ്കിലും ഇപ്രകാരമുള്ള ജീവിതചര്യ സ്വീകരിച്ചാലും ദുഃഖാവസ്ഥകൾ ഉണ്ടാവാം. അങ്ങനെ ദുഃഖാവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതാണ്. ആനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്ത് ദുഃഖനിവൃത്തി ആനന്ദാവാപ്തി നേടുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ആ ഒരു വാക്യം. തുടർന്ന് കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീന സർവമനേന മുക്തിർഭവതി ന ജന്മശതേന. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീന സർവമനേന മുക്തിർഭവതി ന ജന്മശതേന. കുരുതേ ഗംഗാസാഗരഗമനം, ഗംഗാസാഗരഗമനം ചെയ്യുന്നു. വ്രതപരിപാലനം ഗുരുതേ, വ്രതപരിപാലനം ചെയ്യുന്നു. അഥവാ ദാനം ഗുരുതേ, ദാനം ചെയ്യുന്നു. തീർത്ഥാടനം, വ്രതപാലനം, ദാനം തുടങ്ങിയവ ചെയ്യുന്നു. എന്നാൽ ജ്ഞാനവിഹീന, ജ്ഞാനവിഹീനൻ
അനേന ഇതുകൊണ്ടൊന്നും ഒരിക്കലും മുക്തിർന ഭവതി, മുക്തി ഭവിക്കുന്നില്ല. ജന്മശതേന 100 ജന്മം കഴിഞ്ഞാലും ഇതുകൊണ്ടൊന്നും മുക്തി ഭവിക്കില്ല. മുക്തി ഭവിക്കണമെങ്കിൽ ജ്ഞാനം മാത്രമാണ് മാർഗമെന്നാണ് പറയുന്നത്. നോക്കൂ, കുരുതേ ഗംഗാസാഗരഗമനം, ഗംഗാസാഗരത്തിലേക്ക് പോവുക, അത് പ്രധാനപ്പെട്ടൊരു തീർത്ഥയാത്രയാണ്. ഗംഗാസാഗരം, ഗംഗാമാതാവ് സമുദ്രത്തോട് ചേരുന്ന ഭാഗമാണ്. ഗംഗ സമുദ്രത്തോട് ചേരുന്ന വിശാലമായ ഭാഗം, അതാണ് ഗംഗാസാഗർ. ഗംഗാസാഗരത്തിലേക്ക് തീർത്ഥയാത്ര പോവുക എന്നുള്ളത് വലിയൊരു ഒരു തീർത്ഥയാത്രയായിട്ടാണ് മാനിക്കപ്പെടുന്നത്. ഇനി ഗംഗാസാഗരം എന്നുള്ളതിന് ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ഗംഗയുടെ ഉദ്ഭവം മുതൽ സഞ്ചരിക്കുക, എന്നിട്ട് കാൽനടയായി ഗംഗയോട് കൂടെ നടന്ന് ഗംഗാസാഗരം വരെ എത്തുക. അപ്പോൾ ഗംഗോത്രിയിൽ നിന്ന് ആരംഭിച്ച്, ഇനി ഗംഗോത്രിക്ക് മുകളിൽ ഗോമുഖത്തിൽ നിന്നാണോ, ഗോമുഖിയിൽ നിന്ന് ആരംഭിച്ച് ക്രമമായി സഞ്ചരിച്ച് ഗംഗാതീരത്തിലൂടെ സമുദ്രവുമായി ചേരുന്നിടം വരെ എത്തുക. ആ യാത്രയും ഗംഗാസാഗര ഗമനമാണെന്ന് പറയാറുണ്ട്. നർമ്മദ പരിക്രമമുണ്ട്, ഉദ്ഭവസ്ഥാനത്തു നിന്ന് ആരംഭിച്ച് മറുകരയിലൂടെ ഉദ്ഭവസ്ഥാനത്തിലേക്ക് എത്തുന്ന യാത്ര. അതുപോലുള്ള യാത്ര ഗംഗായാത്രയുമാകാം. പക്ഷേ ഏതായാലും ഇവിടെ ഗംഗാസാഗര ഗമനമാണ് പറഞ്ഞത്. ഗംഗാസാഗർ വരെ ഗമിക്കുന്നു, വളരെ ഉത്കൃഷ്ടമായ തീർത്ഥയാത്ര ചെയ്യുന്നു. ഇത് തീർത്ഥയാത്രയുടെ ഉപലക്ഷണാർത്ഥത്തിലെടുക്കണം. കേവലം ഗംഗാസാഗരം മാത്രമല്ല, കാശി, പ്രയാഗം, പുഷ്കരം, അതുപോലെ ഹിമാലയം, ദേവതാത്മാവായ ഹിമാലയത്തിലെ വ്യത്യസ്തങ്ങളായ ധാമങ്ങൾ, അതുപോലെ ഈ ഭാരതത്തിൽ പുണ്യകരങ്ങളായ തീർത്ഥാടന പ്രദേശങ്ങൾ അനവധിയുണ്ട്. അത്തരം തീർത്ഥങ്ങളിലേക്കുള്ള യാത്ര, അതിൻ്റെ എല്ലാം ഉപലക്ഷണാർത്ഥത്തിലാണ് കുരുതേ ഗംഗാസാഗര ഗമനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തീർത്ഥയാത്ര ചെയ്യുന്നു, പക്ഷേ ജ്ഞാനമില്ലെങ്കിൽ അതൊന്നും മുക്തിയാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ജ്ഞാനമാണ് പരമമായി നേടേണ്ടത്. ഈ ഒരു ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.